ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സമര പോരാളികളെ, എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ. നമ്മൾ വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭൂരഹിതരായ ജനസമൂഹത്തിന്റെ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ വന്നിരുന്നു. രാജ്യത്തെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട മതന്യൂനപക്ഷങ്ങളുടെ പൗരത്വത്തിനെ റദ്ദ് ചെയ്തുകൊണ്ട് ഭരണകൂടം മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നമ്മളുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ചരിത്രപ്രധാനമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിന്റെ നവോമണ്ഡലത്തിൽ വലിയ അർത്ഥത്തിലുള്ള പരിവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷക്കാലം പിന്നിട്ടതിനു ശേഷവും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാമൂഹിക നീതി എന്ന ആശയം ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക്, ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാവാൻ ഇന്നും സാധ്യമായിട്ടില്ല. ജനസംഖ്യയിലെ 15% വരുന്ന വരേണ്യവർഗമാണ് അധികാര കേന്ദ്രങ്ങളെല്ലാം അടക്കി വാണിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തീർച്ചയായും ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ഒരു വലിയ അർത്ഥത്തിലുള്ള പരിവർത്തനത്തിന്റെ നാന്ദി കുറിക്കുന്ന പ്രക്ഷോഭമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, ഇന്ന് രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഏതർത്ഥത്തിലാണ് ഈ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ജാതികളും ഉപജാതികളും എല്ലാം മതങ്ങളുമെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഇന്ത്യ എന്നത് കേവലമായ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്കുള്ളിലുള്ള ഒരു പ്രദേശത്തിന്റെ പേരല്ല. ഇന്ത്യ എന്നത് ഒരാശയത്തിന്റെ പേര് കൂടിയാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. സമാനതകളില്ലാത്ത ഒരാശയത്തെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയമാണ്. ഈ ആശയത്തെ പൂർണ്ണമായും റദ്ദ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വ്യത്യസ്ത ജാതി വിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിന്റെ മുകളിൽ വർഗീയതയുടെയും യും മൂടുപടം ഇട്ടുകൊണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ഏകീകരിപ്പിച്ചുകൊണ്ട് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായിട്ട് സംഘപരിവാർ മുന്നോട്ട് പോകുമ്പോൾ ആ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ പ്രതിരോധമായിട്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ കടക്ക് കത്തിവെക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ നിന്ന് അതിശക്തമായ വിമർശനങ്ങളെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് നവോത്ഥാന പാരമ്പര്യം നമുക്കറിയാവുന്നതാണ്. ജാതീയതയും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുള്ള വിഭാഗീയതയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും രാജ്യത്ത് അരങ്ങുവാണിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ ഈ അനന്തപുരിയുടെ തെരുവീതിയിലൂടെ ബഹുമാന്യനായ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടിയുമായിട്ട് ചരിത്ര പ്രസിദ്ധമായ യാത്ര നടത്തിയത് നമുക്കറിയാം. അന്ന് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി തിരുവനന്തപുരത്തിന് നഗരവീഥികളിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇവിടുത്തെ പല ജാതി തമ്പരാക്കന്മാരുടെയും അരമനകളിൽ നിന്ന് പല രീതിയിലുള്ള അപശബ്ദങ്ങളും ഒന്ന് ഉയർന്നു വന്ന ചരിത്രം നമുക്കറിയാം. ഇന്ന് വെൽഫെയർ പാർട്ടി ജാതി സെൻസസ് കേരളത്തിൽ നടപ്പിലാക്കണം എന്നാവശ്യപ്പെടുമ്പോഴും ഇങ്ങനെയുള്ള ജാതി തമ്പുരാക്കന്മാരുടെ അരമനകളിൽ നിന്ന് പുതിയ അർത്ഥത്തിലുള്ള വിയോജിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, വെൽഫെയർ പാർട്ടി
പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഈ മുദ്രാവാക്യം അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവാണ് ഇന്നലെയും മെനയാന്നുമായിട്ട് ഇവിടുത്തെ ചില നേതാക്കന്മാർ, വരേണ്യവർഗത്തിന്റെ സാമുദായിക നേതാക്കന്മാരുടെ പ്രതികരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ ഉറക്കം കെടുത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തിന്റെ അവകാശ സമര പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമല്ല. ഒരു കാലഘട്ടത്തിൽ കേരളത്തെ മാറ്റിപ്പണിത നവോത്ഥാന നായകന്മാർ, അയ്യങ്കാളിയെ പോലെയുള്ള, ശ്രീനാരായണ ഗുരു പോലെയുള്ള, വക്കം മൗലവിയെ പോലെയുള്ള, മക്തി തങ്ങളെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തെ കാണിച്ചു വന്നിട്ടുള്ള മഹത്തായ നവോത്ഥാനത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ നവോത്ഥാന പാരമ്പര്യത്തിന്റെ ഈ കാലഘട്ടത്തിലെ പിന്തുടർച്ചയാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ അവർ കാണിച്ചു തന്ന ഈ മാർഗത്തിലൂടെ പിന്തിരിയാതെ ഏതൊക്കെ ആളുകൾ, ഭരണകൂടങ്ങൾ എത്ര തന്നെ വിമർശനങ്ങളുമായി എതിർപ്പുകളുമായി രംഗത്ത് വന്നാലും ശരി, അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ 85% വരുന്ന ജനവിഭാഗത്തെ ഏകീകരിപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. 1-2 മാസമായി ഞങ്ങൾ ഈ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ വലിയ അർത്ഥത്തിലുള്ള പിന്തുണയാണ് കേരളത്തിലെ വ്യത്യസ്ത സാമുദായിക മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു സമരമായിട്ട് നാളെ കത്തിപ്പടരും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ചരിത്രപരമായ ഒരു സമരത്തിനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ മലയാളി മെമ്മോറിയലും ഈ മെമ്മോറിയലും നിവർത്തന പക്ഷവും ഒക്കെ നമുക്കറിയാം. അതുപോലെ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് വളയൽ എന്ന് പറയുന്ന ഐതിഹാസികമായ സമരം നാളത്തെ കേരളത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമായി തുന്നിച്ചേർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നാളെയുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സമരത്തെ പിന്തുണയ്ക്കാൻ നിങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. 3 മുദ്രാവാക്യങ്ങളാണല്ലോ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ജാതി സെൻസസ് നടപ്പിലാക്കുക, അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായ നിയമനങ്ങൾ കൊണ്ടുവരിക, അതോടൊപ്പം എയ്ഡഡ് മേഖല. നമുക്കറിയാം നമ്മുടെ സമ്പദ്ഘടനയിലെ വളരെ നിർണായകമായ ഒരു വശം നീക്കി വെച്ചിട്ടുള്ളത് എയ്ഡഡ് മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ മേഖലയിൽ അതിശക്തമായ വിവേചനം ഇന്ന് നിലനിൽക്കുകയാണ്. ഈ വിവേചനത്തിനെതിരെയാണ് സാമൂഹിക നീതിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഈ 3 മുദ്രാവാക്യങ്ങളും വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ്. ഇത് ഏറ്റെടുക്കാൻ എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സമര സംഗമത്തിന്, ഈ സെക്രട്ടേറിയറ്റ് വളയത്തിന്, കേരളത്തിന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന, കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവാസി വെൽഫെയർ ഫോറത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് വെൽഫെയർ പാർട്ടി. നന്ദി അസ്ലം ചെറുവാടി. അടുത്തതായി അഭിവാദ്യ പ്രഭാഷണം